ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹും അവന്റെ മലക്കുകളും അവന്റെ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ച ആളുകളെ, സല്ലു അലൈഹി, നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുവിൻ. വസല്ലിമു, സലാം ചൊല്ലുവിൻ. തസ്ലീമ, ഒരു സലാം ചൊല്ലൽ. ഇത് അഹ്സാബ് സൂറയിലെ 56-ാമത്തെ വചനത്തിലൂടെ നമ്മളോട് സ്വലാത്ത് ചെല്ലാൻ വേണ്ടി പറയാം. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് പറഞ്ഞിരുന്നു. അവരോട് പറഞ്ഞത് വഇദ് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ എന്ന് പറഞ്ഞ് അല്ലാഹു തആല മലക്കുകളോട് ഉസ്ജുദൂ ലി ആദം, ആദമിന് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാഹ് പറഞ്ഞു, ഞാൻ സുജൂദ് ചെയ്യുന്നുണ്ട് എന്നല്ല, നിങ്ങൾ സുജൂദ് ചെയ്തോളൂ. സുജൂദ് വലിയതാണ്. ആ സുജൂദിനേക്കാളേറെ മഹത്വമാണ് ഈ സ്വലാത്തിനുള്ളത് എന്നാണ് മഹാനായ പ്രവാചകന് സ്വലാത്ത് ചെന്ന് വിശ്വാസികൾ മാത്രമല്ല മലക്കുകൾ സ്വലാത്തിൽ എന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും ചൊല്ലിക്കോളൂ, അല്ലാഹുവും ചൊല്ലുന്നുണ്ട് എന്നാണ്. യുസല്ലി അലൈഹില്ലാഹു ജല്ല ജലാലുഹു ബിഹാദാ ബദാലിൽ ആലമീന കമാലു. യുസല്ലി അലൈഹില്ല, അല്ലാഹു തആല ആ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയാണ്. നമ്മളിങ്ങനെ ചൊല്ലുന്ന പോലെ ആവണമെന്നില്ല. ജല്ല ജലാലുഹു, അവൻ ഉന്നതനായ റബ്ബ്, ആ റബ്ബ് അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയാണ്. ബിഹാദ, ഈ കരഞ്ഞ സ്വലാത്ത് കൊണ്ട് ബദാലിൽ ആലമീന കമാലു, മഹാനായ പ്രവാചകന്റെ പരിപൂർണത ലോകർക്ക് മനസ്സിലായി. അല്ലാഹു സ്വലാത്ത് ചൊല്ലാണ്. നമുക്ക് ആ വിഷയത്തിൽ വലിയ മടിയാണ്. മജ്ലിസ്, സ്വലാത്ത് മജ്ലിസുകൾ എല്ലായിടത്തും നടക്കാറുണ്ട്, ഇവിടെയും നടക്കാറുണ്ട്. അതിന് ആളുകൾ തിരഞ്ഞെടുക്കുന്ന ദിവസം എന്നറിയോ? വ്യാഴാഴ്ച ദിവസം മഗ്‌രിബിന് ശേഷം. എന്താ കാര്യം എന്നറിയോ? അന്ന് ഞാൻ നേരിട്ട് നിങ്ങളെ സ്വലാത്ത് കേൾക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അന്ന് വിശ്വാസികളുടെ സ്വലാത്ത് കേൾക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇന്ന് പകലിൽ ഒക്കെയും അല്ലാഹുവിന്റെ റസൂൽ സ്വലാത്ത് കേൾക്കുകയാണ്. അതുകൊണ്ട് ഈ സ്വലാത്ത് വർദ്ധിപ്പിക്കാനും കൂടി പറ്റിയ ഒരു മാസമാണ് ഇത് എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹും റസൂലും നമ്മളോട് കൽപ്പിച്ചൊരു കാര്യമാണ്. അള്ളാഹിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. മൻ അസുറത്തി അലൈഹി ഹാജത്തു, ഇതാ ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ആർക്കെങ്കിലും വലിയ പ്രയാസം വന്നാലും ഫൽയുക്തിർ ബിസ്സലാത്തി അലൈഹി, എന്റെ മേലെ നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിച്ചോ. പ്രയാസം പ്രതിസന്ധിയും വരുമ്പോഴേ فإنها تكشف الهموم والغموم والكروب وتكثر الأرزاق وتقضي الحوائج. അപ്പോൾ നിങ്ങൾ ഇതുകൊണ്ട് നിങ്ങളെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീങ്ങാനും തന്നെയുമല്ല നിങ്ങളെ ഭക്ഷണങ്ങൾ വർദ്ധിക്കാനും ആവശ്യങ്ങളൊക്കെ വീട്ടപ്പെടാനും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഈ സ്വലാത്തിന്റെ വർധനവാണ്. ചൊല്ലിക്കോളൂ. അതുകൊണ്ടാണ് മഹാന്മാരായ ഉസ്താദുമാരൊക്കെ നാരിയത് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞത്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇബ്നു ഹജർ അസ്ഖലാനി ഈ സ്വലാത്ത് നാരിയപ്പൻ ആളുകളും അത് ബിദ്അത്താണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ മഹാന്മാര് പഠിപ്പിച്ചെന്ന സ്വലാത്തിന് പ്രത്യേകമായി ബിദ്അത്തൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലു, അല്ലാഹ് പറഞ്ഞു സ്വല്ലു, നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളൂ എന്നാണ്. അത് ഇന്ന രീതിയിലെന്ന് ആവണമെന്നില്ല. ഒരു സ്വലാത്ത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നത് ഏതാണെന്നറിയോ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം എന്നുള്ള ഈ സ്വലാത്താണ്. വഇന്ന ശറഅൽ ഹനീഫ് ലൻ യുൽസിമുൽ മുസ്ലിമീന ബിസ്സലാത്തി അലൻ നബി ബിസിയാത്തിൻ മുഅയ്യന, പ്രത്യേകമായ ഒരു സ്വലാത്ത് ഇന്ന രീതിയിൽ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ രീതിയും സ്വലാത്ത് ചൊല്ലാറുള്ളതും. നിസ്കാരത്തിന്റെ ഉള്ളിൽ ഇബ്രാഹിമിയ, അവിടെ ഇബ്രാഹിമി സ്വലാത്ത് നിസ്കരിക്കുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്നുള്ള സ്വലാത്താണ്. ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു സ്വലാത്ത്. ഒന്ന് ഇതാണ്. ചുരുക്കത്തിൽ സ്വലാത്ത് വേണം. ഇപ്പൊ ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ മാത്രമല്ല, കേരളത്തിലെ ഏത് പണ്ഡിതന്മാർക്കും പോയി അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് പറയും. അത് റസൂൽ പഠിപ്പിച്ചതല്ല. ഈ മിമ്പർ മക്കാരിയാണ് സ്വലാത്ത് ചൊല്ലണം. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് നമ്മൾ ചൊല്ലാറുണ്ട്. ഇതും പ്രത്യേകിച്ച് നബി പഠിപ്പിച്ചതല്ല. സ്വലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞു, നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു. പല രീതിയിലുമുള്ള സ്വലാത്തുകളുണ്ട്. അതിൽപ്പെട്ടൊരു സ്വലാത്താണ് സ്വലാത്തുൻ നാരിയ എന്ന് പറയുന്നത്. ഇതിന് മഹാന്മാരായ ആളുകൾ പറഞ്ഞത് മൻ ഖറഅഹ 4,440 മറ വതവസ്സല ബിഹാ തുഖ്ലൽ ഹവായിജ്.
4448 വട്ടം ഒരാൾ ചൊല്ലിയാൽ അവന്റെ ആവശ്യങ്ങൾ അതിലൂടെ കൂട്ടപ്പെടുന്നതാണ് എന്ന് മഹാന്മാര് പറയും. മഹാന്മാരൊക്കെ പഠിപ്പിച്ചു തരാൻ. അതുകൊണ്ട് മൻ തന്നെയുമല്ല, ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മൻ ദാവമാല സ്വലാത്തിനെ കുല്ലയവും, ഓരോ ദിവസവും ഇത് ചൊല്ലണമെന്നാണ്. എന്നാൽ അവന് ഇതേപോലുള്ള കുറേ വിഷയങ്ങൾ വയസ്സറ അംറ വവസ്സഅ റിസ്ഖ വഹസ്സന ഹാല വഫതഹ ലഹു അബ്വാബുൽ ഖൈറാത്ത്, അവന് നന്മകളുടെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് സ്വലാത്തിന്റെ ആയത്തിറങ്ങിയ മാസമാണ്. സ്വലാത്ത് ഇന്ന രീതിയിൽ, ചില അമലുകളൊക്കെ ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, രൂപവും ഭാവവും വണ്ണവും സമയവുമൊക്കെ. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് എപ്പോഴും ചൊല്ലാനുള്ളതാണ്. ഏത് സമയത്തുമാവാം. പ്രത്യേകമായ ശീലങ്ങൾ സ്വലാത്തിന് പ്രത്യേകമായി പഠിപ്പിച്ചു തരാത്തത് കൊണ്ട് തന്നെ പ്രത്യേകമായ രീതി അതിനില്ല. തന്നെയുമല്ല, സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിച്ചോളൂ. കാരണം കുറെ നേട്ടങ്ങളുണ്ട്. ഒന്ന്, അള്ളാന്റെ റസൂലിന്റെ കൽപ്പന അംഗീകരിക്കുക എന്നുള്ളത്. രണ്ടാമതായി എന്താണെന്നറിയോ, മലക്കുകൾ ഈ സ്വലാത്ത് ചൊല്ലുന്നോന് സ്വലാത്ത് ചൊല്ലിയാണ്. അതൊക്കെ വലിയ ബർക്കത്തല്ലേ. നമ്മൾ ഈ വ്യാഴാഴ്ച രാവിലെങ്കിലും ഒന്ന് സ്വലാത്തിന് അള്ളാന്റെ റസൂല് കേൾക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊന്ന് വന്നിരുന്ന് സ്വലാത്തിന് പങ്കെടുക്കുക, എവിടെയാണെങ്കിലും വേണ്ടില്ല, ആ സദസ്സിലൊക്കെ ഒന്ന് പങ്കെടുക്കുന്നത്. അള്ളാന്റെ റസൂല് നമ്മളോട് പറഞ്ഞു, അള്ളാഹ് നമ്മളോട് പറഞ്ഞു. പിന്നെ നമ്മൾ ഇബ്രാഹിമി സ്വലാത്ത് മാത്രം ചൊല്ലി, ഞാൻ സ്വലാത്ത് ചൊല്ലി എന്ന് പറയുന്നതിന്റെ അർത്ഥമുള്ളത് നിങ്ങൾ അധികരിപ്പിച്ചോളൂ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് മാത്രമല്ല, ഏത് സമയത്തും അധികരിപ്പിക്കുവാനാണ്. അതുകൊണ്ട് മൻ സല്ല അലയ്യ സ്വലാ ലം തസലിൽ മലായികതു തുസല്ലി അലൈഹി മാ സല്ല അലൈഹി, എൻ്റെ മേലെ സ്വലാത്ത് ചൊല്ലുമ്പോഴേക്കും മലക്കുകളും ഓന സ്വലാത്ത് ചൊല്ലിയാണ്. നമ്മളും മുത്തനബിയുടെ മേലെ സ്വലാത്ത് ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് കുറക്കണം, കുറച്ചോട്ടെ. ഓ സ്വലാത്തിലൊന്നും പങ്കെടുക്കണ്ട, സ്വലാത്ത് ചൊല്ലും വേണ്ട, ഇബ്രാഹിം സ്വലാത്തുള്ളൂ, വേറെ സ്വലാത്തും ചൊല്ലാതെ നിൽക്കുകയാണ് ഇരുന്നോണ്ട് ഓ നമ്മൾ നോക്കണ്ട. കൂടുതലാക്കണമെങ്കിൽ കൂടുതലായി കൊള്ളട്ടെ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ, സ്വലാത്തുൻ നാരിയത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്തിന്റെ ഇഷ്ടം പോലെ കാണാവുന്നതാണ്. ഏത് രീതിയിലും അത് ചൊല്ലാവുന്നതാണ്. നാരിയത്ത് സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിന്റെ പ്രത്യേകത മഹാന്മാരായ ഇമാം ഖുർത്തുബിയും ഇബ്നു ഹജർ അസ്ഖലാനിയും ഒക്കെ പഠിപ്പിച്ചതിന്റെ പ്രാധാന്യമാണ്. എങ്ങനെയുമാവാം. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലാനാണ് കൽപ്പനയുള്ളത്. ആ കൽപ്പന സ്വീകരിക്കാൻ ഞാൻ സന്നദ്ധരാവണം, നമ്മളൊക്കെ സന്നദ്ധനാവണം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊരു തൗഫീഖ് നൽകും.